എക്സാലോജിക് കേസിൽ മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പ്രഥമ ദൃഷ്ട്യാ തെളിവില്ല എന്ന് കോടതി. അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ല എന്ന് വ്യക്തമാക്കിയ കോടതി ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന വാദം ശക്തിപ്പെടുത്തുന്നതാണ് എന്ന് നിരീക്ഷിച്ചു. കോടതി ഉത്തരവിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ആർ അനന്തകൃഷ്ണ വിവരങ്ങളുമായി. അനന്തൻ, എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പ്രേരിതം എന്നടക്കമുള്ള സംശയങ്ങൾ ഹർജിക്കെതിരെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്? മറ്റെന്തൊക്കെ അനുകൂല നിരീക്ഷണങ്ങളാണ് മുഖ്യമന്ത്രിക്കും മകൾക്കും അനുകൂലമായി ഈ ഉത്തരവിൽ ഉള്ളത്? രതീഷ്, CMRL കമ്പനി എക്സാലോജിക് കമ്പനിക്ക് പണം നൽകിയതുമായി ബന്ധപ്പെട്ട് ആണ് മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയത്. CMRL കമ്പനിക്ക് അനധികൃതമായി കരിമണൽ ഖനനത്തിന് അനുമതി നൽകിയതിൻ്റെ പ്രത്യുപകാരമായിരുന്നു ഈ സാമ്പത്തിക ഇടപാടെന്നായിരുന്നു മാത്യു കുഴൽനാടൻ്റെ ഹർജിയിലെ പ്രധാന വാദം. ഈ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് ഇന്ന് തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി ഈ ഹർജി തള്ളിക്കളഞ്ഞത്. മാത്രമല്ല, മാത്യു കുഴൽനാടൻ സമർപ്പിച്ച 20ഓളം രേഖകൾ തെളിവായി അംഗീകരിക്കാൻ കഴിയില്ലെന്നും കോടതി നിരീക്ഷിക്കുന്നുണ്ട്. അതിൽ ഗൗരവമായ ചില നിരീക്ഷണങ്ങൾ കൂടി ഉത്തരവിൽ കോടതി നടത്തിയിട്ടുണ്ട്. മാത്യു കുഴൽനാടൻ്റെ ഹർജിയിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് പ്രഥമ ദൃഷ്ട്യാ തന്നെ തെളിവില്ലെന്നാണ് കോടതിയുടെ വാദം. മാത്രമല്ല, ആദായനികുതി വകുപ്പിൻ്റെ ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൽ CMRL കമ്പനി നിരവധി പേർക്ക്, മാധ്യമ സ്ഥാപനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളടക്കം വ്യക്തികളടക്കം നിരവധി പേർക്ക് പണം കൊടുത്തു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ മറ്റാർക്കുമെതിരെ മാത്യു കുഴൽനാടൻ അന്വേഷണം ആവശ്യപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരെ മാത്രം അന്വേഷണം ആവശ്യപ്പെടുന്നതെന്നുള്ള ചോദ്യം, ഗൗരവമായ ചോദ്യം ഈ ഉത്തരവിൽ കോടതി ചോദിക്കുന്നു. ഈ ഒരു ചോദ്യം നിലനിൽക്കുമ്പോൾ അത് ഈ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള വാദം ശക്തമാക്കും എന്ന നിരീക്ഷണം കൂടി കോടതി ഇതിൽ നടത്തുന്നുണ്ട്. മാത്രമല്ല, ഈ CMRL കമ്പനിക്ക് കരിമണൽ നൽകിയതുമായി ബന്ധപ്പെട്ട് കോടതി വ്യക്തമാക്കുന്നത് ആ ഇടപാടിൽ അഴിമതി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം KMML IREയും ചേർന്നാണ് ഈ കരിമണൽ ഖനനം നടത്തിയത്. അതിൽ IRE ആണ് CMRLന് ഈ കരിമണൽ കൈമാറിയത്. അതിൽ പണം ഈടാക്കുകയും ചെയ്തു. സൗജന്യമായിട്ടാണ് ഈ ഇടപാട് എന്നുള്ള വാദം ഹർജിക്കാരൻ ഉന്നയിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൽ കഴമ്പില്ല, അതിൽ അഴിമതിയില്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം. മാത്യു കുഴൽനാടൻ ഉന്നയിച്ചിരിക്കുന്ന അഴിമതി ആരോപണങ്ങൾക്ക് പ്രഥമ ദൃഷ്ട്യാ ഒരു തെളിവും ഇല്ല എന്നാണ് ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ശരി, ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. വളരെ ആശ്വാസകരമാകുന്ന ഒരു ഉത്തരവാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും സംബന്ധിച്ചുള്ളത്. അതേസമയം തന്നെ മാത്യു കുഴൽനാടന്റെ ഹർജി പാടെ തള്ളിക്കൊണ്ട് വിമർശനം ഉന്നയിക്കുകയാണ് കോടതി.